മന്നത്ത് പത്മനാഭനെ കുറിച്ച് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ദുഷ്പ്രചാരണങ്ങളിൽ NSS തകരില്ല. മന്നത്തിനെ അന്നും ഇന്നും വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് പ്രചാരണത്തിന് പിന്നിൽ. വോട്ട് ബാങ്കിന്റെ പേരിൽ സവർണ അവർണ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും മന്നം സമാധി യോഗത്തിൽ സുകുമാരൻ നായർ പറഞ്ഞു. പിൽക്കാലത്ത് അദ്ദേഹം സ്വീകരിച്ച ചില രാഷ്ട്രീയ നിലപാടുകളും വിമോചന സമരത്തിലെ നേതൃത്വവും അദ്ദേഹത്തിന്റെ നവോത്ഥാന നായകൻ എന്ന വ്യക്തിത്വത്തിൽ വീഴ്ത്തുന്നതായിരുന്നു. അദ്ദേഹം ചെയ്തൊന്നുമില്ല. അദ്ദേഹം ചെയ്തത് വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. അത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. ഈ അഭിപ്രായം ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇത് ജനങ്ങളുടെ അഭിപ്രായമല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ആ പത്രം ഇതിനുവേണ്ടി തെരഞ്ഞു പിടിച്ച് ഈ ചരമദിനത്തിന് മുമ്പായി തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ? മന്നത്ത് പത്മനാഭനെ വർഗീയവാദി എന്ന് ആദ്യം വിശേഷിപ്പിച്ച, ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെല്ലാം നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിവരങ്ങൾ ജോസി ബാബു നൽകും. ജോസി, എന്തായിരുന്നു ദേശാഭിമാനി പത്രത്തിന്റെ ലേഖനത്തിലെ ഉള്ളടക്കം? ഇപ്പോൾ സുകുമാരൻ നായർ എന്താണ് വിമർശനം ഉന്നയിച്ചത്? അറിവിലൂന്നിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന പേരിൽ ഡോക്ടർ രവികുമാർ എഴുതിയ ലേഖനത്തിനെതിരെയാണ് രൂക്ഷമായ വിമർശനവുമായി NSS നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. മന്നസമാധി ദിനത്തിൽ ഇന്ന് മന്നസമാധി ദിന ആചരണത്തിന്റെ ഭാഗമായി പെരുന്നയിൽ നടത്തിയ പ്രസംഗത്തിലാണ് NSS ജനറൽ സെക്രട്ടറി ഈ ദേശാഭിമാനിയിൽ വന്ന ലേഖനത്തിനെതിരെയും CPM-നെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ലേഖനത്തിൽ മന്നത്തെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴും അവസാനം ഈ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നം ആണ്, അത് ജനാധിപത്യത്തെ തകർക്കാനാണ് മന്നം ശ്രമിച്ചതെന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ ലേഖനത്തിലുണ്ടായിരുന്നു. ഈ ലേഖന ഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ വിമർശനം. മന്നം ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിമോചന സമരത്തെ പിന്തുണച്ചതെന്നും മന്നം ജീവിച്ചിരുന്നതിനാൽ നായർ സമുദായം രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം ഇത്തരം വിമർശനങ്ങൾ, ദുഷ്പ്രചാരണങ്ങൾ കൊണ്ട് NSS നേതൃത്വത്തെ തളർത്താൻ കഴിയില്ല, ഇതിനെതിരെ ഏതറ്റം വരെ പോകാനും തങ്ങൾ തയ്യാറാണ് എന്നും സുകുമാരൻ നായർ പറഞ്ഞു. അതോടൊപ്പം CPM-ന്റെ പേരെടുത്ത് പറയാതെ CPM-നെതിരെ ഒളിയം പെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വാക്കുകൾ ഉണ്ടായിരുന്നു. അതായത് വിമോചന സമരകാലം മുതൽ അന്നു മുതൽ ഇന്നുവരെ എക്കാലവും മന്നത്ത് പത്മനാഭനെ വർഗീയവാദി എന്ന് ചിത്രീകരിക്കാനാണ് ഒരു പാർട്ടി ശ്രമിക്കുന്നതെന്ന് CPM-ന്റെ പേരെടുത്ത് പറയാതെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. എന്തായാലും കൃത്യമായ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ്. ദേശാഭിമാനി ലേഖനത്തിനെതിരെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സുകുമാരൻ നായരുടെ പ്രസംഗം. ഇന്നലെ ഇത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. ഷഹാന. ജോസി ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.